ഒരു മരണവാർത്ത കേട്ടാൽ ആ മയ്യിത്തിന്റെ ജനാസയുടെ സമയം ഏതാന്ന് അന്വേഷിക്കുന്ന എത്ര പേരുണ്ട്? കടയിൽ നിന്നൊരു 10 മിനിറ്റ് ലീവ് എടുത്താൽ ഒരു മയ്യിത്ത് നമസ്കാരം കിട്ടും, പക്ഷേ പോകാൻ മനസ്സനുവദിക്കുന്നില്ല. സ്കൂളിൽ നിന്ന് വിദ്യാലയത്തിൽ നിന്ന് വേണ്ടി വന്നാൽ ഒരു പീരീഡ് ഒന്ന് മാറ്റിവെച്ചാൽ ഒരു ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റും, പക്ഷെ ഇറങ്ങൂല. കല്യാണമുണ്ടെങ്കിൽ ലീവ് എടുക്കും, ടൂർ ഉണ്ടെങ്കിൽ ലീവ് എടുക്കും, വേറെ ഏത് മാമൂലുകൾക്കും ലീവ് എടുക്കും. എന്നാൽ നമ്മുടെ കൂടെ ജീവിച്ച പ്രിയപ്പെട്ടവനായ ഒരു മനുഷ്യന്റെ ജനാസക്ക് വേണ്ടി അവസാനം ഒന്ന് നമസ്കരിച്ച മാന്യമായ ഒരു യാത്രയപ്പിന് നമ്മൾ തയ്യാറാകാറുണ്ടോ? ഇസ്ലാം പഠിപ്പിച്ച മര്യാദ നോക്ക്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, സ്വഹാബി വര്യനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മൻ ഷഹിദൽ ജനാസ, ആരെങ്കിലും ഒരു ജനാസയുടെ കാര്യങ്ങൾ പങ്കെടുത്താൽ, ഹത്താ യുസല്ലി അലൈഹാ, ആ ജനാസക്ക് നമസ്കരിക്കുന്നത് വരെ, അത്താ തിരക്കാണെങ്കിൽ നമസ്കാരം കഴിഞ്ഞിട്ട് പോയിക്കോ, നമസ്കാരം വരെയെങ്കിലും പങ്കെടുക്കുകയാണെങ്കിൽ ഫലഹു ഖീറാത്തുൻ, അവനൊരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. ഇത് വേറൊന്നിനും പറഞ്ഞില്ല, ജനാസക്കുള്ള നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. വമൻ ഷഹിദഹാ ഹത്താ തുദ്ഫന, ഒരാൾക്ക് മയ്യിത്തിനെ ഖബറടക്കി കഴിയുന്നത് വരെ അതിന്റെ കാര്യത്തിൽ സാക്ഷികളാകാൻ കഴിഞ്ഞാൽ ഫലഹു ഖീറാത്വാനി, അവന് 2 ഖീറാത്ത് പ്രതിഫലമുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ അന്ന് സഹാബത്ത് ചോദിക്കാണ്, എന്താണ് നബിയെ ഈ 2 ഖീറാത്ത് എന്ന് പറഞ്ഞാൽ? فقال النبي صلى الله عليه وسلم مثل الجبلين العظيمين, 2 വലിയ ഭീമമായ പർവ്വത സമാനമായ പ്രതിഫലം, കൂറ്റൻ മലകളുടെ പ്രതിഫലം, അത്രയും ഉയരമുള്ള കനം കെട്ട പ്രതിഫലമാണ് മയ്യിത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നത്. ഒരു വ്യക്തിയുടെ ജനാസക്ക് വേണ്ടി നമസ്കരിക്കാൻ 40 ആളുകൾ, എങ്ങനെ ശിർക്ക് ചെയ്യാത്ത, കലർപ്പില്ലാത്ത തൗഹീദിന്റെ ഇഖ്ലാസിന്റെ മനസ്സോടെ 40 പേരുകൾ, മറ്റൊരു ഹദീസിൽ 100 പേരെന്നൊക്കെയുണ്ട്. അങ്ങനെ ഒരു ജനാസക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുടുംബക്കാരും ബന്ധുക്കളൊക്കെ അങ്ങനെ ഉണ്ടാകും. ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ചായ കുടിച്ചവരുണ്ടാകും, ഒരുപാട് കാലം യാത്ര പോയവരുണ്ടാകും, എന്നും കാണുമ്പോൾ ചിരിച്ച് സംസാരിച്ചവരൊക്കെ ഉണ്ടാകും. പക്ഷെ ആ മനുഷ്യനൊന്ന് മരിച്ചപ്പോൾ ഒന്ന് പോയി നമസ്കരിച്ച ആ മനുഷ്യന്റെ പാപമോചനത്തിന് വേണ്ടി പറയാൻ മനസ്സു കാണിക്കാത്തവർക്കുള്ളതാണ് ഈ ഹദീസ്. എത്ര വമ്പിച്ച പ്രതിഫലമാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് മയ്യിത്ത് കണ്ടുപോരുന്ന ഒരു അവസ്ഥക്ക് പകരമായി കാഴ്ചക്കപ്പുറത്ത് കാണാൻ പറഞ്ഞത് രോഗം വരുമ്പോഴാണ്. രോഗിനെ സന്ദർശിക്കണം, മയ്യിത്തിനെ സന്ദർശിക്കലല്ല പഠിപ്പിച്ചത്, മയ്യിത്തിന് വേണ്ടി നമസ്കാരത്തിലും തദ്ഫീനിലും പങ്കെടുക്കാനാണ് പറഞ്ഞു. ഒരാൾ മയ്യിത്ത് നമസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇനി പറയുന്ന നിബന്ധനകൾ അയാൾ പാലിക്കണം. നീയത്തോടെയായിരിക്കണം. ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിയണം. സത്റുൽ ഔറ, ഔറത്ത് മറക്കണം. ത്വഹാറ, ശുദ്ധിയുള്ളവനാകണം. ഇജ്തിനാബുൻ നജാസ, നജസില്ലാത്തവനായി മാറണം. ഇസ്ലാമോ, നിസ്കരിക്കുന്നവനും മയ്യിത്തും മുസ്ലിമായിരിക്കണം. ഹുദൂറുൽ ജനാസ, ജനാസ അവിടെ ഉണ്ടായിരിക്കണം. മുക്കല്ലിഫൻ, പ്രായപൂർത്തിയെത്തിയ ആളായിരിക്കണം. ഇവരൊക്കെ ആ നിബന്ധനകൾ പാലിക്കേണ്ടവരാണ് എന്നർത്ഥം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ അവന്റെ നിസ്കാരം സ്വീകരിക്കൂല. കുറെ ആൾക്കാരുണ്ട്, ഇമാമ് വരെ കയറി നിൽക്കും. മയ്യിത്ത് നമസ്കാരത്തിന് അവർ കയറി ചാടിക്കേറി ഇമാമ് നിൽക്കും. മയ്യിത്ത് നമസ്കാരത്തിന്റെ പ്രാർത്ഥന അറിയില്ല, മിണ്ടാതെ നടക്കണോണ്ട് ആർക്കും അറിയില്ല. തക്ബീർ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഇനി എന്താണെന്ന് അറിയില്ല. ഒന്ന് നല്ലോണം ആലോചിച്ചു. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ അവന്റെ നിസ്കാരം സ്വീകാര്യമല്ല. ഒന്ന്, അൽ ഖിയാമു ഫിഹാ, നിന്നുകൊണ്ട് നിസ്കരിക്കണം. 2, അത്തക്ബീറാത്തുൽ അർബ, 4 തക്ബീറുകൾ ചൊല്ലണം. 3, ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹ ഓതിയിരിക്കണം. 4, അസ്സലാത്തു അലൻ നബി, നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. 5, അദ്ദുആഉ ലിൽ മയ്യിത്തി, മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത്തർതീബ്, ക്രമപ്രകാരം ചെയ്യണം. 6, അത്തസ്ലീം, സലാം വീട്ടേണ്ട സമയത്ത് സലാം വീട്ടണം. ഈ കാര്യങ്ങൾ ആ നമസ്കാരത്തിന്റെ അടിയന്തിര ഘടകമാണ്. ഇനി നമസ്കാരത്തിന്റെ പൂർണ്ണമായ സുന്നത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ഓരോ തക്ബീറിനും കൈകൾ ഉയർത്തുക. സൂറത്ത് ഓതുന്നതിന്റെ മുമ്പ് ഇസ്തിആദത്ത് പ്രാർത്ഥിക്കുക. മുസ്ലിമീങ്ങൾക്കും തനിക്കും മയ്യിത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പതുക്കെയായി ഖുർആൻ പാരായണം ചെയ്യുക. 4ാമത്തെ തക്ബീറിന് ശേഷം ഒരൽപ്പം നിൽക്കുക, മൗനം പാലിക്കുക. വലത് കൈ ഇടത് കൈയിന്റെ മേലെ വെക്കുക. അതുപോലെ തന്നെ സലാം വലതു ഭാഗത്തേക്കെങ്കിലും സലാം വീട്ടുക എന്നത് അതിന്റെ സുന്നത്തുകൾ ലഭിക്കാനുള്ള കാരണമാണ്.
ഇനി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, നമ്മൾ കൃത്യമായി ഇത്രയും ആത്മാർത്ഥമായി നിർവഹിക്കുന്ന ഈ നമസ്കാരത്തിന്റെ കാര്യം നമുക്ക് ശരിക്കറിയുമോ? ഇത് വേറെ ഒരാളോട് ചോദിക്കാൻ പറ്റൂല. നമ്മളോടെ ചോദിക്കേണ്ടത്, ഓരോ മഹല്ലിലും ഓരോ ദിവസവും എത്ര ജനാസ നമസ്കാരം വരുന്നു? ആ നമസ്കാരത്തിൽ പങ്കെടുത്ത് പറയേണ്ടുന്ന പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടോ? വേണ്ട. സ്വന്തം പിതാവിന്റെ മാതാവിന്റെ ജനാസയുടെ മുമ്പിൽ നിന്ന് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ പറയുന്ന പ്രാർത്ഥന ആ സമയത്ത് എണീറ്റെന്ന് പഠിച്ച നിങ്ങൾക്ക് പഠിയാൻ പോണില്ല. നിങ്ങൾ ഏത് ആപ്പ് ഡൗൺലോഡ് ചെയ്താലും ആ സമയത്ത് ചാടി എഴുന്നേറ്റ് വേഗത്തിൽ പഠിച്ചാൽ ബേജാറ് കൊണ്ട് പഠിക്കാൻ പറ്റിയ ഒന്നല്ലത്. അതുകൊണ്ട് നേരത്തെ പഠിച്ചെടുക്കണം. നമ്മൾ ഓരോ ക്ലാസ്സിനും ഇങ്ങനെ ആളുകളെ ക്ഷണിക്കുകയും അനൗൺസ് ചെയ്യുകയും ഖുത്ബയിൽ പറയുകയൊക്കെ ചെയ്യുന്നത് ഓരോ ക്ലാസ്സുകളിൽ നിന്നും കിട്ടുന്ന പ്രാർത്ഥനകളും ഹദീസുകളും ഒക്കെ പഠിച്ച് അവനവന്റെ ദുനിയാവിനും ആഖിറത്തിനും നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എല്ലാം കൂടി ഒരു ഖുത്ബയിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് പഠിച്ചെടുക്കണം. വളരെ പ്രധാനമായി ഫാത്തിഹ സൂറത്ത് ഓതിയെടുക്കുക, അതെല്ലാവർക്കും അറിയാൻ കഴിയുന്നത്. രണ്ടാമത്തേത് അസ്സലാത്തു അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലല. നമ്മളൊക്കെ പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുപോയി വെച്ചാൽ ഉടൻ തന്നെ പള്ളിയിലെ ഖത്തീബ് തിരിഞ്ഞുകൊണ്ട് പറയും, നമ്മൾ ഇങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. ഒന്നാമത്തേതിൽ ഫാത്തിഹയാണ്, രണ്ടാമത്തെ തക്ബീറിൽ സ്വലാത്താണ്. എന്നിട്ട് ഇമാമ് ഒരു കാര്യം കൂടി ചേർത്ത് പറയും, ഇബ്രാഹിമി സ്വലാത്താണ് ചൊല്ലേണ്ടത്. എന്തേ കാരണം? ഇസ്ലാമിൽ ആ സ്വലാത്തേ ഉള്ളൂ. ഇസ്ലാമിൽ ആ സ്വലാത്താണ് മാതൃകയുള്ളത്. പുതുതായി ഉണ്ടാക്കിയ സ്വലാത്തുൽ ഫാത്തിഹ്, താജുസ്സലാത്ത് പോലെ അവനവന്റെ പോക്കറ്റ് നിറക്കാനും കാര്യലാഭത്തിനും വേണ്ടി തങ്ങൾ ബിരുദം വാലിൽ ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ട് ഓരോരുത്തരുണ്ടാക്കിയ സ്വലാത്ത് നിസ്കാരത്തിൽ ചെല്ലാൻ പറ്റൂല. എന്താ പറ്റാത്തത്? അത് ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ട്. സ്വലാത്ത് വാർഷികങ്ങൾ, സ്വലാത്ത് പെട്ടികൾ, സ്വലാത്ത് ആഘോഷങ്ങൾ, സ്വലാത്ത് പാർസലുകൾ, ഇതൊക്കെ ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം സ്വലാത്താണ് നമ്മൾ നിസ്കാരങ്ങളിലെല്ലാം ചൊല്ലേണ്ടത്. അത് തന്നെയാണ് നമസ്കാരം കഴിഞ്ഞാലും ഇസ്ലാമിലുള്ളൂ. മൂന്നാമത്തേത് മയ്യത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. اللهم اغفر له وارحمه وعافه واعف عنه واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد തുടങ്ങിയ ഒരൽപ്പം ദീർഘമായ പ്രാർത്ഥന. അല്ലാഹുവേ, ഈ മയ്യിത്തിന് പുറത്തു കൊടുക്കണേ. അല്ലാഹുവേ, ഈ മയ്യിത്തിനോട് കരുണ കാണിക്കണേ. അല്ലാഹുവേ, ഈ മയ്യിത്തിന്റെ എല്ലാ സകല പാപങ്ങളും വൃത്തിയാക്കി ശുദ്ധീകരിച്ചു കൊടുക്കണേ. ഇദ്ദേഹത്തിന് ഈ നാട്ടിൽ ജീവിച്ചതിനേക്കാൾ നല്ല അയൽവാസികളെ കൊടുക്കണേ, നല്ല ഇണകളെ കൊടുക്കണേ. വഅഇദുഹു മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ, നരകത്തിന്റെയും ഖബറിന്റെയും അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ഇതാണ് നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക്. അതങ്ങോട്ട് വാക്കുകൊണ്ട് തീർന്നു പോകാതെ അങ്ങനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിനാ വമയ്യിതിനാ വശാഹിദിനാ വഗായിബിനാ വകബീരിനാ വസഗീരിനാ വദകരിനാ വഉൻസാനാ. ഈ പ്രാർത്ഥനയും അറിയാവുന്നവർക്ക് അതും ചൊല്ലാവുന്നതാണ്. ഇനി മരിച്ചിരിക്കുന്ന ജനാസ ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെങ്കിൽ മറ്റൊരു പ്രാർത്ഥനയാണ്. നമുക്കൊന്നേ അറിയുള്ളൂ, അതെന്നെ പഠിച്ചെടുക്കാൻ പെട്ട പാടി നമുക്ക് അറിയുള്ളൂ. എന്നാൽ ഇനി രണ്ടാമതൊരു പ്രാർത്ഥന കൂടെ പഠിക്കണം. എപ്പോഴും സംഭവിക്കാം, ഒരു കുട്ടിയാണ് മരിച്ചതെങ്കിൽ മൂന്നാമത്തെ തക്ബീറിൽ ഇത് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ജഅൽഹു ഫറതൻ വദുഖറ فرة وذخرا لوالديه وشفيعا مجابا اللهم ثقل به موازينهما وأعظم به أجورهما وألحقه بصالح المؤمنين واجعله في كفالة إبراهيم وقه برحمتك عذاب الجحيم. ആ കുട്ടിക്ക് വേണ്ടിയും കുട്ടിയുടെ ഉമ്മാക്കും ഉപ്പാക്കും നാളെ പരലോകത്തേക്കുള്ള ഒരു സൂക്ഷിപ്പ് മുതലാക്കി ഈ ജനാസയെ മാറ്റണേ എന്ന അർത്ഥം വരുന്ന പ്രാർത്ഥനയുടെ പുസ്തകമുണ്ട് ഇവിടെ പുറത്ത്. കൃത്യമായി ഇരുന്ന് എഴുതി പഠിക്കാൻ, വായിച്ചു പഠിക്കാൻ നമുക്ക് സൗകര്യം, പഠിച്ചിരിക്കണം. ഇത് അപൂർവം ചാൻസുകളാണ്. ഇത് നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടമാണ്. നമ്മൾ ആലോചിക്കും, ആ മരിച്ചു കിടക്കുന്ന കുട്ടി നമ്മുടെ കുട്ടിയാണെങ്കിലും ഒന്ന് ചിന്തിച്ച് നമ്മൾ വരും, പ്രാർത്ഥിക്കും നമ്മൾ. അതുകൊണ്ട് ആ നിലക്കുമുള്ള പ്രാർത്ഥനകൾ അതിന്റെ കൂടെയുണ്ട്. നാലാമത്തെ തക്ബീറിൽ അല്പസമയം നിശബ്ദമായാലും മതി. അല്ല ഇനി പറ്റുമെങ്കിൽ ഇങ്ങനെയും പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റ വലാ തുദില്ലനാ ബഅദ, അല്ലെങ്കിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന അടക്കമുള്ള പ്രാർത്ഥനകൾ റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക, സലാം വിട്ടുക. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ നാട്ടിൽ ജനാസയുമായി ബന്ധപ്പെട്ട ചില അബദ്ധ ധാരണകളുണ്ട്. കുളിപ്പിച്ചു കഴിഞ്ഞു, ജനാസ എടുത്തു, കുളിപ്പിച്ച് ജനാസ എടുത്ത് കഫൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് മയ്യത്ത് എടുക്കാൻ സമയത്ത് വീട്ടിൽ ഉമ്മ വന്നിട്ട് പറഞ്ഞു, ഇതെന്റെ ഭർത്താവാണ്, എനിക്ക് മയ്യത്ത് നമസ്കരിക്കണം. ഉടൻ അവിടെയുള്ള കാരണവന്മാരും നേതാക്കന്മാരും എഴുന്നേറ്റിട്ട് പറയും, സ്ത്രീകൾ നിസ്കരിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അവരുടെ വാപ്പയാണ് മരിച്ചിരിക്കുന്നത്, ആ സഹോദരിയുടെ ഭർത്താവാണ് മരിച്ചിരിക്കുന്നത്. അവർക്ക് പ്രാർത്ഥിച്ച് നമസ്കരിക്കണം. എന്താണ് തെറ്റ്?
ഇസ്ലാമിൽ എവിടെയാണ് അതിന് തെറ്റ്? എന്നിട്ട് പറയാണ്, പുരുഷന്മാർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് സ്ത്രീകൾ നമസ്കരിക്കുന്നത് മയ്യിത്തിനോടുള്ള അപമാനമാണ്. ഈ പറയുന്ന ആളുകൾ സ്ത്രീകളെ അപമാനിക്കല്ലേ? ഏത് ഫത്വയാണ് നിങ്ങൾക്ക് ഇതിന് പറയാനുള്ളത്? ഏത് മദ്ഹബിന്റെ കിതാബുകളുടെ രേഖയാണുള്ളത്? വെറും നാട്ടിലെ ചിലരുടെ വാശി ഒഴിച്ചാൽ എത്ര വിലപ്പെട്ട ആ സഹോദരിമാരുടെ മനസ്സ്, ഒരു പക്ഷേ 20-30 കൊല്ലം ആ രോഗിനെ കിടന്ന് നോക്കിയത് ആ ഉമ്മയായിരിക്കും. ആ ഉമ്മാക്ക് അവസാനം ഒന്ന് ഉതുണ്ടാക്കി ഒന്ന് മയ്യിത്ത് നമസ്കരിക്കാൻ എന്തിനാണ് പൗരോഹിത്യമേ നമ്മൾ തടസ്സം നിൽക്കുന്നത്? ഇസ്ലാമിൽ എവിടെയാണ് തെളിവ്? ആയിഷ റളിയല്ലാഹു അൻഹ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹുവിന്റെ മയ്യിത്ത് നമസ്കരിച്ച ചരിത്രം വരെ ഹദീസുകളിലുണ്ട്. അവരെക്കാളൊക്കെ വലുതാണോ നമ്മുടെ നാട്ടിൽ ആയിഷ? അവരൊന്ന് നമസ്കരിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ആ കാര്യത്തിന്റെ ഒരു വലിയ അബദ്ധത്തെ തിരുത്താൻ നമ്മൾ ഓരോ മഹല്ലുകാരും ഇരുന്ന് ആലോചിച്ച് കിതാബുകൾ തുറന്ന് വായിക്കണം എന്നാ പറയാനുള്ളത്. 2, മയ്യിത്ത് നമസ്കരിക്കുമ്പോഴും നോക്കേണ്ടത് സൊഫിലേക്കാണ്, നമ്മുടെ സുജൂദിന്റെ സ്ഥാനത്തേക്കാ. പക്ഷേ ഖേദകരം എന്ന് പറയട്ടെ, ജനാസ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നവരൊക്കെ അടുപ്പിച്ച നിൽക്കുക. ഇവൻ കൈകെട്ടിയിട്ട് നോക്കുന്നത് മറ്റവന്റെ ഷോൾഡറിലേക്കാണ്. എന്തിന്? കാരണം മയ്യിത്ത് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പലയിടങ്ങളിലും സൊഫുകൾ ചേർത്ത് നിൽക്കുന്നത് കാണാം. മാറ്റണം. സാധാരണ പോലെ നമസ്കരിക്കാൻ സൊഫ് കെട്ടട്ടെ. ഒരു പള്ളി തീരെ സ്ഥലമില്ലാത്തൊരു ഘട്ടം വരികയാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കേണ്ടുള്ളത്. പള്ളി 2 നില പള്ളി, AC ഉണ്ട്, നീണ്ടു കിടക്കാണ്. ആളുകൾ കൃത്യമായി സൊഫ് പാലിച്ചുകൊണ്ട് ജനാസ നിസ്കരിക്കുമ്പോൾ നിൽക്കാൻ ശ്രദ്ധിക്കുക. 3ാമത്തെ കാര്യം, ചില കുട്ടികൾ അവർ മരിച്ചാൽ ജനാസ നമസ്കാരം ആവശ്യമില്ല. അത് 4 മാസം ഗർഭിണിയാകുന്നതിന് മുമ്പ്, 3 മാസം കൊണ്ട് മരിച്ച കുട്ടി ഉണ്ടാവും, 2 മാസം കൊണ്ടായ കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്ക് ജനാസ നമസ്കാരം ആവശ്യമില്ല. എന്നാൽ 4 മാസം പൂർത്തിയാക്കിയ ഗർഭിണികളായിരിക്കെ ഒരു കുഞ്ഞ് മരിക്കുകയാണെങ്കിൽ അവർക്ക് ജനാസ നമസ്കാരം ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ജനാസയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മരണ വീടുകൾ റീൽസ് ചിത്രീകരണ കേന്ദ്രങ്ങളായി മാറി. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ തോണ്ടിക്കൊണ്ടിരിക്കുന്ന റീൽസിന്റെ ഇടയിൽ മരണ വീട്ടിലിരുന്നു കൊണ്ട് കോമഡി അടിച്ചുകൊണ്ടിരിക്കുന്ന, തമാശ റീലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിവരം കെട്ട പടുജാഹിലിങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ കഴിയാത്ത, മനുഷ്യരുടെ സങ്കടം കാണാൻ കഴിയാത്ത, മനുഷ്യന്റെ കണ്ണീര് തുടക്കാൻ കഴിയാത്ത ഈ ജീവികളെ, ഈ നിലക്കുള്ള മനോരോഗികളെ നമ്മൾ ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കരുത്. എത്ര തമാശയാണെങ്കിലും ഷെയർ ചെയ്യരുത്. അതിനെതിരെ ശക്തമായ ഒരു താക്കീതായി നമുക്ക് മാറാനാണ് കഴിയേണ്ടത്.